ഞാൻ അവിടെ സൂപ്രണ്ടുമായിട്ടും അതുപോലെ തന്നെ DMO ഇൻചാർജ് ഡോക്ടർ കാവ്യയായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഡെങ്കി പനിയാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്പോൾ കുഞ്ഞിൻ്റെ മൂത്രം പരിശോധിക്കുന്നതിന് ഡോക്ടർ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഇന്ന് അമ്മ മൂത്രമെടുക്കുക 10 മാസം പ്രായമായ കുട്ടിയായതുകൊണ്ട് സാധാരണ നമുക്ക് ലാബിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ശുചിമുറികൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മ 10 മാസം പ്രായമുള്ള കുട്ടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വാർഡിന് വെളിയിൽ പോവുകയും അവിടെ മുറ്റത്തിരുന്നിട്ട് കാല് നീട്ടി വെച്ച് കുഞ്ഞിനെ കാലിൽ കിടത്തിയിട്ട് മൂത്രമെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ മൂത്രം കളക്ട് ചെയ്തതിന് ശേഷം മൂത്രം കുറച്ച് സ്പില്ലായതുകൊണ്ട് അത് അടിച്ചു കളയാനായിട്ട് അമ്മ അവിടെ ഉണ്ടായിരുന്ന ചൂലെടുത്തു. ആ ചൂലിൽ നിന്ന് ചെറിയൊരു പാമ്പ് താഴേക്ക് വന്നു. അവരെ കടിച്ചു എന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ടാവുകയും അതനുസരിച്ച് അവിടെ ഡോക്ടറെ കാണിക്കുകയും ചെയ്തു. ഡോക്ടർ നോക്കിയപ്പോൾ അതിന് കടിച്ച ബൈറ്റ് മാർക്കൊന്നും കണ്ടില്ല. പക്ഷേ അമ്മയുടെ കുറച്ച് കൂടുതൽ ഭയമുള്ളത് കൊണ്ടും അവർ നേരെ റെഫർ ചെയ്യുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ശരിക്കും ആശുപത്രിക്ക് അകത്ത് വെച്ചാണ് പാമ്പ് കടിച്ചതെന്നുള്ള വിധത്തിൽ ചില പരാമർശങ്ങൾ ചില വീഡിയോകളുണ്ടായി എന്ന് പറയുന്നു. ശരിക്കും ഹോസ്പിറ്റലിനകത്ത് വെച്ചിട്ടല്ല, പുറത്ത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പാമ്പ് കടിച്ചെന്ന് പറയുന്നത്. ബൈറ്റ് മാർക്കുകൾ നമ്മളുടെ ഡോക്ടർ നോക്കിയിട്ട് കണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈറ്റ് മാർക്ക് കണ്ടില്ല. ചിലപ്പോൾ പാമ്പ് കടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. നമ്മളുടെ ഡോക്ടർ നോക്കിയിട്ട് ബൈറ്റ് മാർക്കൊന്നും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ്, ഒബ്സർവേഷനിലാണ്. പാമ്പ് നോൺ പോയിസണസ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ ക്ലോട്ടിംഗ് ടൈമും ബ്ലീഡിങ് ടൈമും നോർമലാണ്. അവരെ എന്തായാലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ആശുപത്രികൾ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ വന്നു പോകുന്നതാണ്. ഈ ആശുപത്രിയുടെ പരിസരവും ആശുപത്രി അഭാവം ഒക്കെ വൃത്തിയാക്കുന്ന ഒരുപാട് ആളുകളുമാണ്. ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ നമുക്കറിയാം ആന്റിബയോട്ടിക്കൊക്കെ ആശുപത്രികളിൽ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരാഴ്ച മുമ്പാണ് ഉത്തരവ്. ആ ഉത്തരവ് വന്ന ഒരാഴ്ചയ്ക്ക് ശേഷം ആശുപത്രി വെച്ച് തന്നെ ആശുപത്രി പരിസരത്ത് വെച്ച് തന്നെ അവിടെ ഒരാൾക്ക് പാമ്പടി ഏറ്റു. ഗുരുതരമായുള്ള കാര്യം തന്നെയല്ലേ. നമ്മൾ ഒരാഴ്ച മുമ്പ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കാനായിട്ടുള്ളൊരു കാരണമുണ്ട്. നിങ്ങൾക്കറിയാലോ, ഇടവിട്ടുള്ള മഴകൾ വരുമ്പോൾ പാമ്പിൻ്റെ മാളങ്ങളിൽ വെള്ളം കയറും. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പാമ്പും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാമ്പുകൾ വരാം, അത് പൊതുജനങ്ങൾക്ക് കടിയേൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ സർക്കുലർ ഇറക്കിയത്. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാലാവസ്ഥയിൽ പ്രതീക്ഷിക്കുന്നതുമാണ്. അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് അതിലത്തെ വിഷ്വൽസ് വേണമെങ്കിൽ ഞാൻ തരാം. ആ വിഷ്വൽസ് കണ്ടാൽ അറിയാം പരിസരം വളരെ വൃത്തിയാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അത് മൂത്രം സ്പില്ല് ചെയ്തതുകൊണ്ടാണ് ആ സ്ത്രീ അത് ചെയ്തത്, അല്ലാതെ അത് വൃത്തികേടായിട്ട് ഇരിക്കുന്നത് കൊണ്ടല്ല.